ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് കേട്ടോ. ഇംഗ്ലീഷിൻ്റെയും കറണ്ട് അഫയേഴ്സിൻ്റെയും സ്റ്റഡി പ്ലാൻ ആണ്. നമ്മൾ 21 ഡേയ്സ് കൊണ്ടാണ്, 21 ദിവസം കൊണ്ടാണ് ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സിൻ്റെയും സിലബസ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. അപ്പം ഏതൊക്കെ ദിവസങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കയറുന്നേക്കാളും മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കട്ടെ കേട്ടോ. എന്നൊക്കെയാണ് നമ്മുടെ എക്സാം നടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം 3 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് കേട്ടോ. ആദ്യത്തെ ഫേസ് നടക്കുന്നത് ഒക്ടോബർ 22-ാം തീയതിയാണ്. രണ്ടാം ഘട്ടം നടക്കുന്നത് നവംബർ 19-ാം തീയതിയാണ്. മൂന്നാം ഘട്ടം നടക്കുന്നത് ഡിസംബർ 17-ാം തീയതിയാണ്. ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടായിരിക്കും നമ്മുടെ പ്രിലിമിനറി എക്സാം നടക്കുക. അതിന് ശേഷമായിരിക്കും നമുക്ക് മെയിൻ എക്സാം ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഇംഗ്ലീഷിന് മൊത്തം 20 മാർക്കാണ് ഉള്ളത് കേട്ടോ. അതിനകത്ത് 10 മാർക്ക് ഗ്രാമറിനും ബാക്കി 10 മാർക്കാണ് വൊക്കാബുലറിക്ക് ഉള്ളത്. ഈ ഗ്രാമറിനകത്തുള്ള 10 മാർക്ക് വാങ്ങാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മളൊന്ന് കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന മാർക്കാണ് ഈ പറഞ്ഞിട്ടുള്ള 10 മാർക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സിലബസിൽ കൊടുത്തിട്ടുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തരുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ എൻ്റെ ക്ലാസ് കേട്ടു എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് കിട്ടാൻ പോകുന്നില്ല കേട്ടോ. നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടെ എഫേർട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടൊരു PYQ ബുക്ക് വേണം. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പ്രീവിയസ് ഇയേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾ ഫോളോ ചെയ്യുക. ഏത് പബ്ലിക്കേഷൻ ആണെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഡെയിലി ഞാൻ ഓരോ ടോപ്പിക്ക് തരുമ്പോൾ അത് പഠിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 20 ക്വസ്റ്റ്യൻസോളം നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക് ആയിരിക്കാം, എന്നാൽ കൂടി നിങ്ങളൊന്ന് ചെയ്യുക. നമുക്ക് സ്പീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ഇപ്പോൾ ഈ നടന്നിട്ടുള്ള PSC എക്സാംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആ സ്പീഡിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളൊരു 20 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള 10 മാർക്ക് സേഫാക്കി വയ്ക്കാൻ പറ്റും. ഈ വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം അല്ലേ. പക്ഷേ എന്നാലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട് കേട്ടോ. അതായത് PYQന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ SCRTയുടെ ഗ്ലോസറി ഉണ്ടല്ലോ, അതിൽ 10th 11th 12th കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്യാനും ഇനി ഒരുപാട് വീഡിയോസ് ഉണ്ട്. നമുക്ക് വൊക്കാബുലറിനെ ബേസ് ചെയ്തിട്ടുള്ള കുട്ടി വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഓരോ ദിവസം നമുക്ക് ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഒന്ന് നോക്കട്ടെ ഇതൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് പോകണമെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ അതൊരു കാര്യം. പിന്നെ ഈ അടുത്ത് നടന്നിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ ആണെങ്കിലും റെറ്റിസെൻറ്റ്, ടാസിറ്റേൺ, പിന്നെ എപ്പിടഫ്, ടു കട്ട് ദി കോർണേഴ്സ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള വൊക്കാബുലറിയാണ്. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ വൊക്കാബുലറി പഠിപ്പിക്കുമ്പോൾ വെറുതെ അങ്ങോട്ട് പറഞ്ഞ പോലെയല്ല, നിങ്ങളുടെ മൈൻഡിൽ അത് കയറുന്ന രീതിയിൽ കോഡ്സൊക്കെ സെറ്റാക്കിയിട്ട് തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയേഴ്സിൻ്റെ ബുക്കിൻ്റെ കാര്യം മറക്കണ്ട. ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻ്റെ ബുക്ക് നിങ്ങൾ വാങ്ങിച്ചു വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയാനുള്ളത്. ഇനി കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ 2021, 2022 ഓഗസ്റ്റ് ഇൻക്ലൂഡിങ് ഓഗസ്റ്റ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓരോ മന്ത് വൈസ് ആയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് പോകുന്നത്. ആദ്യം തന്നെ ഓഗസ്റ്റ് 2022 ആയിരിക്കും നമ്മൾ ആദ്യത്തെ ദിവസം പഠിപ്പിക്കുക. അങ്ങനെ റിവേഴ്സ് ഓർഡറിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഓരോന്ന് പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും കണക്ഷൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സെറ്റാക്കി തരാം. ഓക്കെ, ഇനി നമുക്ക് ഓരോ ദിവസം എന്തൊക്കെയാണ് കവർ ചെയ്യണമെന്നുള്ളത് നോക്കാം കേട്ടോ. ആദ്യത്തെ ദിവസം, അതായത് നാളെ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, സെപ്റ്റംബർ 21-ാം തീയതി. ഓഗസ്റ്റ് മാസം 2022 കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ വായിച്ചു വിടുന്നതല്ല, ഓരോന്നും വായിക്കും. എന്തെങ്കിലും കണക്ഷൻ കിട്ടുകയാണെങ്കിൽ അത് പറഞ്ഞുതരാം. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ടെങ്കിൽ അതും പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ടെൻസിൻ്റെ ക്ലാസ് ആയിരിക്കും നാളെ നമ്മൾ എടുക്കുന്നത്. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോ ആണെങ്കിൽ അതിൻ്റെ ലിങ്ക് ആയിരിക്കും ഞാൻ കൊടുക്കുന്നത്. അല്ലാത്തതിൻ്റെ ആണെങ്കിൽ നമ്മൾ ക്ലാസ് ആയിട്ടായിരിക്കും കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണ സമയത്ത് നോട്ടിഫിക്കേഷൻസിൽ ഓളും കൂടെ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നാലായിരിക്കും നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുക. ഓക്കെ, പിന്നെ ഡേ 2-ൽ, അതായത് രണ്ടാമത്തെ ദിവസം, അതായത് സെപ്റ്റംബർ 22-ാം തീയതി ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ടെൻസ് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം ഫുള്ള് നിങ്ങൾക്ക് ടെൻസ് പഠിക്കാൻ കിട്ടുകയാണ്. രണ്ടാമത്തെ ദിവസമായിരിക്കും അതിൻ്റെ മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യുക കേട്ടോ. ടെൻസിൻ്റെ മോക്ക് ടെസ്റ്റ് നമ്മൾ രണ്ടാമത്തെ ദിവസമായിരിക്കും കൊടുക്കുന്നത്. ഇനി മൂന്നാമത്തെ ദിവസം ജൂൺ മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. കോൺകോഡാണ് നമ്മുടെ ടോപ്പിക്ക്. ഓക്കെ, കോൺകോഡും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മോക്ക് ടെസ്റ്റ് 4ാമത്തെ ദിവസമായിരിക്കും അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ഇനി 5ാമത്തെ ദിവസം ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സും ആർട്ടിക്കിൾസാണ്. അപ്പോൾ ആർട്ടിക്കിൾസിൻ്റെ ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തന്നിട്ട് അതിന് ശേഷം അതിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആയിരിക്കും ചിലപ്പം 5ാം ദിവസം നമ്മൾ എടുക്കുക കേട്ടോ.
6ാമത്തെ ദിവസം നമ്മൾ മാർച്ചിലെ കറണ്ട് അഫയേഴ്സും ക്വസ്റ്റ്യൻ ടാഗ് ആണ് നമ്മുടെ ടോപ്പിക് കേട്ടോ, ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ടാഗ്. 7ാമത്തെ ദിവസം ഫെബ്രുവരി 2022 ഫെബ്രുവരി മാസമാണ്. ആക്റ്റീവും പാസീവും ടോപ്പിക് ആയിരിക്കും എടുക്കുന്നത്. 8ാമത്തെ ദിവസം ആക്റ്റീവും പാസീവിൻ്റെ മോക്ക് ടെസ്റ്റ് ആയിരിക്കും. കാരണം അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെങ്തി ആണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസമായിരിക്കും എൻ്റെ മോക്ക് ടെസ്റ്റ് നടത്തുക കേട്ടോ. അതേപോലെ തന്നെ 8ാമത്തെ ദിവസം ജാനുവരി മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. ഓക്കെ, പിന്നെ 9ാമത്തെ ദിവസം പിന്നെ ഡിസംബർ 2021 കറണ്ട് അഫയേഴ്സ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, അതിൻ്റെ ആയിരിക്കും എടുക്കുക. 10ാമത്തെ ദിവസം നവംബർ 2021 പിന്നെ ടെൻസ് ആൻഡ് കണ്ടീഷണൽ, അത് കണ്ടീഷൻ നമ്മുടെ ഇഫ് ക്ലോസ് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് നമ്മൾ 10ാമത്തെ ദിവസം എടുക്കുക കേട്ടോ. 11ാമത്തെ ദിവസം ഒക്ടോബർ മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സും ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആയിരിക്കും നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ടോപ്പിക് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും റിവിഷനൊന്നും സമയമില്ലേ, നമ്മൾ ഈ ടോപ്പിക്കുകളൊക്കെ ഒന്ന് വേഗം എടുത്ത് തീർത്തിട്ട് നമുക്ക് റിവിഷന് സമയം വയ്ക്കാം കേട്ടോ. അടുത്തത് 12ാമത്തെ ദിവസമാണ്. സെപ്റ്റംബർ മാസം 2021 കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആയിരിക്കും നമ്മൾ ആ ദിവസം എടുക്കുക കേട്ടോ. പിന്നെ ഡേ 13 ഒരു മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് 2021 ഇംഗ്ലീഷിൻ്റെ ആണെങ്കിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, പിന്നെ ഡേ 14 ജൂലൈ മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് എഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്. ഇതൊക്കെ നമുക്ക് വേഗം തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് കേട്ടോ, ടെൻഷനൊന്നും അടിക്കേണ്ട. ഞാൻ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ക്ലാസ് ഒന്ന് ഫോളോ ചെയ്ത് പോവാം കേട്ടോ. പിന്നെ 15ാമത്തെ ദിവസം ജൂൺ മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് പ്രപ്പോസിഷനാണ് എടുക്കുക. അപ്പോൾ പ്രപ്പോസിഷൻ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് തന്നെ പഠിപ്പിച്ചു തരും കേട്ടോ, എന്തൊക്കെയാണ് നിങ്ങൾ നോക്കണ്ടേ. അതുപോലെ തന്നെ കണക്ട് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുന്നതൊക്കെ അങ്ങനെയും പഠിപ്പിച്ചു തരും. ഡേ 16 മെയ് മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. യൂസ് ഓഫ് കൊറിലേറ്റീവ്സ് ആണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ടോപ്പിക് വരുന്നത്. ഡേ 17 വരുന്നത് ഏപ്രിൽ മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സും ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ് ആണ് കേട്ടോ നമ്മളന്ന് ഡിസ്കസ് ചെയ്യുക. ഡേ 18 മാർച്ച് മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് കറക്ഷൻ ഓഫ് സെൻറ്റൻസസ്. അപ്പോൾ ഈ കറക്ഷൻ ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു ടോപ്പിക്കായിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്രയും നാൾ ഗ്രാമർ പഠിച്ചതിൻ്റെ ഒക്കെ ആ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള കറക്ഷൻ ഓഫ് സെൻറ്റൻസിൽ വരുന്നത് കേട്ടോ. ഡേ 19 ഫെബ്രുവരി മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വൊക്കാബുലറിയുടെ ക്ലാസ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഡേ 20 ജാനുവരി മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സും 2021 കറണ്ട് അഫയേഴ്സും വൊക്കാബുലറിയുടെ, അതായത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള വൊക്കാബുലറിയുടെ ക്ലാസ് ആയിരിക്കും നമ്മൾ ഡേ 20 എടുക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റിൻ്റെ വൊക്കാബുലറിയുടെ ക്ലാസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 10-12 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ അത് വേഗം ഒന്ന് ജസ്റ്റ് കേട്ട് പോവാം. പിന്നെ കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും അതിന് വേണ്ടി നിങ്ങൾ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തൊന്ന് കേട്ട് പോവാം. അപ്പം നമ്മുടെ മൈൻഡിൽ അതങ്ങ് നിന്നോളും. അപ്പം അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സമയം കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നിങ്ങളൊരു പുസ്തകത്തിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഇനി ഡേ 21 നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ റിവിഷനാണ് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ വൊക്കാബുലറിയുടെ ക്ലാസ് ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് വയ്ക്കാം. കറണ്ട് അഫയേഴ്സിൻ്റെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റിവൈസ് ചെയ്യാം. അതുപോലെ തന്നെ വൊക്കാബുലറിയുടെ കൂടുതൽ പോയിന്റ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ നാളെ മുതൽ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഇംഗ്ലീഷിൻ്റെ PYQ ബുക്ക് ഇല്ലാത്തവരാണെങ്കിൽ ഒരു ബുക്ക് വാങ്ങിച്ചു വെച്ചേക്കാം. ഏത് പബ്ലിക്കേഷൻ ആണെങ്കിലും കുഴപ്പമില്ല, എന്തായാലും ഒരു PYQ ബുക്ക് വേണം കേട്ടോ. അതുപോലെ തന്നെ ഒരു നോട്ട്ബുക്കും വേണം. നമ്മുടെ ഇംഗ്ലീഷിൻ്റെ എന്തെങ്കിലും ടിപ്പും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും വൊക്കാബുലറി ഒക്കെ പറയുമ്പോഴും അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്കും കൂടെ വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിൽ ഓൾ കൊടുക്കാൻ മറക്കണ്ട. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് നാളെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള വിവരങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം. എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.